വർക്കല MG മോഡൽ സ്കൂളിലെ റേഡിയോ ക്ലബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ചയിൽ നിന്നും പാർവതി. ഇന്ന് നമുക്കൊരു കഥാപ്രസംഗം കേൾക്കാം. നമസ്കാരം. നാം അധിവസിക്കുന്ന ഭൂമിയുടെ കഥയാണിത്. ജീവജാലങ്ങളിൽ ജന്മം കൊണ്ട് സവിശേഷമായ മനുഷ്യരാശിയുടെയും കഥ. കൈരളിക്കുമേൽ കാവ്യ സൗരഭം വാരിത്തൂക്കിയ വയലാർ, ONV, അയ്യപ്പ പണിക്കർ ഇവരുടെ ചിന്തകളിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. കഥ ഭൂമിക്കൊരു ചരമഗീതം. എല്ലാവർക്കും അമ്മയായ ഭൂമി, സമസ്ത ജീവജാലങ്ങൾക്കും ജന്മമേകി അന്നവും കുടിനീരും നൽകി സംരക്ഷിച്ചു പോരുന്ന ഭൂമി അവശയായി ആസന്നമൃതയായി ഇതാ പോകുന്നു സൗരമണ്ഡല പെരുവഴിയിലൂടെ. മരണത്തിലേക്കുള്ള ഈ യാത്രയിൽ അമ്മ ഒറ്റയ്ക്കല്ല, കൂടെ നാം എല്ലാവരും ഉണ്ട്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. അമ്മയ്ക്ക് ഈ കൊലക്കളം ഒരുക്കിയത് ആരാണെന്നറിയാമോ? നമ്മൾ മക്കൾ. വിധി വൈപരീത്യം അല്ലേ? സമ്പുഷ്ടമായ ഒരു ഗതകാലം ഉണ്ടായിരുന്നു ഭൂമി മാതാവിന്. സൂര്യന്റെ ഓമന പുത്രിയായി പിറന്ന താരുണ്യത്തിന്റെ പ്രശാന്ത സുന്ദരമായ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കാലം. പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു. ആദിലാകാശങ്ങളിൽ നിന്നൊരു നാദതരംഗം പോലെ. അന്ന് മനുഷ്യന് മണ്ണിന്റെ മണമായിരുന്നു. അവന്റെ പാട്ടിന് മുളങ്കാടുകളും കാട്ടാറുകളും ശ്രുതിമീട്ടിയിരുന്നു. മനുഷ്യനും പ്രകൃതിയും ഒന്നായിരുന്ന കാലം. തരുണിയായ ഭൂമി മനുഷ്യന്റെ തലോടിലേറ്റ് പൂത്തു പുഷ്പിണിയായി. ഭൂമിക്കെന്ന് മനുഷ്യൻ നൽകി പൂകൾ രോമാഞ്ചങ്ങൾ. കാമുകരായി സന്ധ്യകൾ കാറ്റൊരു പ്രേമഗായകരായി. ശാരദമേഘം ചാമരമായി, ചന്ദ്രിക ചന്ദനമായി. വാർമഴവില്ലിൻ വർണ്ണപ്പുടവകൾ വാരിയുടുത്തു ഭൂമി. കാലാന്തരത്തിൽ മനുഷ്യരിൽ രണ്ടു വിഭാഗം ഉരുത്തിരിഞ്ഞു. പ്രകൃതിയുടെ സംഗീതം സിരകളിൽ ആവാഹിച്ച് ആ മാസ്മര ലഹരിയിൽ അഭിരമിക്കുന്ന ഒരു വിഭാഗം. എന്നാൽ ഉദരപൂരണത്തിനായി പ്രകൃതിയുടെ ഉദാത്ത സൃഷ്ടികൾ നശിപ്പിക്കുന്ന മറ്റൊരു വിഭാഗം. യുഗങ്ങൾക്ക് മുൻപേ ഈ രണ്ടു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. ത്രേതായുഗത്തിലെ ഒരു സായം സന്ധ്യ. സന്ധ്യയുടെ ശോണസുന്ദരമായ സൗന്ദര്യം നുകർന്ന് ആ വനസ്ഥിതിയിലൂടെ അതാ മന്ദം മന്ദം ഒരു മനുഷ്യൻ നടന്നു വരുന്നു. നീണ്ട താടിയും ദീപ്ത നയനങ്ങളുമായി ഒരു താപസൻ, വാൽമീകി, ചിരതപസ്വിയായ വാൽമീകി. കൂടെ ശിഷ്യൻ ഭരദ്വാജനുമുണ്ട്. ആരെൻ തീരത്തെ സന്ധ്യതൻ മുന്തിരിച്ചാരൽ കൽപ്പന നീന്തുമ്പോൾ ഏതോ ദിവ്യാനുഭൂതിയിലങ്ങനെ ചേതോ മണ്ഡലം നോവുമ്പോൾ നിന്നു നിശ്ചലം ആദിമഹാകവി, നിന്നു താപസൻ വാൽമീകി. ഭരദ്വാജ, നീ കണ്ടോ ആ മരക്കൊമ്പിൽ രണ്ട് ക്രൗഞ്ച പക്ഷികൾ? എന്തൊരാനന്ദമാണവയ്ക്ക്! ആ കാഴ്ച നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്നു. ആചാര്യ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. തമ്മിൽ കൊക്കും ചിറകുമുരുമ്മി, തമ്മിൽ സ്വപ്നങ്ങൾ കൈമാറി, മുട്ടിച്ചേർന്നു കരളിഞ്ഞരമ്പുകൾ ഒട്ടിച്ചങ്ങനെ മേവുന്നു. പക്ഷേ ഈ സമയം വാൽമീകിയുടെ കാഴ്ചയ്ക്കപ്പുറത്ത് ക്രൂരമായൊരു രംഗത്തിന് അരങ്ങൊരുങ്ങുകയായിരുന്നു. നിന്നോ നിശ്ചലം വില്ലും കുലച്ചുകൊണ്ടെന്നും കാട്ടിലെ കാട്ടാളൻ വെട്ടയ്ക്കെത്തി. വിശന്നു തളർന്നയാൾ കാട്ടമ്പൊന്നെയ്തു ദൂരത്തിൽ. അമ്പു പറന്നു ചെന്ന് പെൺപക്ഷിയുടെ ശരീരത്തിൽ തുളഞ്ഞു കയറി.
പച്ചപ്രാണനിൽ കൂരമ്പേറ്റൊരാ കൊച്ചോമൽ കിളി വീണല്ലോ. മണ്ണിൽ വീണ് ജീവന് വേണ്ടി പിടയുന്നു പാവം പക്ഷി. വാൽമീകിക്ക് സഹിച്ചില്ല. പൊന്നിണക്കിളികളിൽ ഒന്നിനെ കൂരം പെയ്തു കൊന്ന വേടനെ നോക്കി അദ്ദേഹം ആജ്ഞാപിച്ചു, മാ നിഷാദ പ്രതിഷ്ഠാന്ത്വ മഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ച മിഥുനാദേഹമവധി കാമമോഹിതം. പ്രകൃതിയുടെ ഓമനകളെ വേട്ടയാടിയ ക്രൂരതയ്ക്കെതിരെ ഭൂമിയിൽ ആദ്യമായി ഉയർന്ന സർഗാത്മക രോഷം കവിതയായി പുറത്തേക്കൊഴുകി. അരുത് കാട്ടാളാ, ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ വധിച്ച് നിനക്ക് നാശം സംഭവിക്കട്ടെ. വിശ്വോത്തര ഇതിഹാസം രാമായണ രചനയ്ക്ക് കാരണമായ ആദ്യ കവിത. കാലം മുൻപോട്ടു പോയി. ഭൂമിക്കുമേൽ മനുഷ്യന്റെ അതിക്രമങ്ങൾ കൂടി വന്നു. ക്ഷമയാ ധരിത്രി എന്നാണല്ലോ അമ്മ എല്ലാം ക്ഷമിച്ചു. പക്ഷേ ഹരിതമൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുല്ലപ്പാൽ കുടിച്ചു തഴുത്തവർക്കൊരു ദാഹമുണ്ടായി. ഒടുക്കത്തെ ദാഹം തിരുഹൃദയ രക്തം കുടിക്കാൻ. മാറത്തെ കഞ്ചുകം നീക്കി ഭൂമി മാതാവ് നൽകിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്ക് ഒടുങ്ങാത്ത ദാഹം, അമ്മയുടെ ഹൃദയരക്തം കുടിക്കാൻ. അതിനുവേണ്ടി അവർ കാടുകൾ വെട്ടിത്തെളിച്ചു, കുന്നുകൾ ഇടിച്ചു കൊണ്ടുപോയി, കൃഷിഭൂമികൾ നികത്തി, ഫ്ളാറ്റുകൾ നിർമ്മിച്ചു. ഭൂമി മാതാവിന്റെ ആർത്തനാദം കേട്ട് ഒരു സംഘം ആളുകൾ അവിടേക്ക് ഓടിയെത്തി. അരുതേ, അരുതേ, കുന്നുകൾ ഇടിക്കരുതേ. സർവ്വ ജീവജാലങ്ങൾക്കും ജീവാമൃതമേകുന്ന അമ്മയുടെ മാറിടമാണിത്. അത് നശിപ്പിക്കരുത്. അത് നശിച്ചാൽ പിന്നെ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചെയ്തികൾ മൂലം മഹാഭൂരിപക്ഷം വരുന്ന ജീവജാലങ്ങൾ അതിജീവനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണെന്ന് അവരുടെ വിലാപം വലിയൊരു ചോദ്യമായി ഉയരുന്നത് കേൾക്കുന്നില്ലേ? കഴുതകളെ, ഇവിടെ നിന്ന് മോങ്ങിയാൽ വെട്ടി നുറുക്കി ചെന്നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കും. ഒരു പ്രകൃതി സ്നേഹികൾ വന്നിരിക്കുന്നു. കാടുകൾ വെട്ടാനും കുന്നുകൾ ഇടിക്കാനും ഞങ്ങൾ അധികാരികളിൽ നിന്നും ഉത്തരവുകൾ സമ്പാദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇങ്ങനെയുമുണ്ട് ഒരു വിഭാഗം മനുഷ്യർ. പെറ്റമ്മയായ ഭൂമിയെ ചൂഷണം ചെയ്യുന്ന ഹേ മനുഷ്യ, നിന്റെ നാശം അടുത്തെത്തിയിരിക്കുന്നു. മൃതിയുടെ ബലിക്കാക്ക കുത്തി മുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി സൗരമണ്ഡല പെരുവഴിയിലൂടെ മാനഭംഗത്തിന്റെ മാറാപ്പുമായി സന്താന പാപത്തിൻ വിഴുപ്പുമായി സഞ്ചരിക്കുന്ന അമ്മേ, അനുനിമിഷം മരണത്തിലേക്ക് നടന്നെടുക്കുന്ന അവിടത്തേക്ക് ഞാൻ ആത്മശാന്തി നേരുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം.